അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സീഡ് കുടുംബാംഗങ്ങളെ, ദീർഘമായ ഒരിടവേളയ്ക്ക് ശേഷം വചനപ്പൊരുൾ നാം പുനരാരംഭിക്കുകയാണ്. ഇന്നു മുതൽ എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നാം ഓതാറുള്ള അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്തിൻ്റെ അർത്ഥവും പൊരുളുമാണ് ഏതാനും എപ്പിസോഡുകൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിശാലമായ ഒരർത്ഥ ആശയ സാമ്രാജ്യത്തെ ഗർഭം ചുമന്നു നിൽക്കുന്ന അത്യത്ഭുതകരമായ ഒരു വചനമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത്. അത് കേവലം ഒന്ന് ഓതിപ്പോകുക എന്നതിലപ്പുറം അതിൻ്റെ അർത്ഥവും താൽപ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പാരായണത്തിന് അത്ഭുതകരമായ മാറ്റങ്ങളും അനുഭൂതികളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് അവിതർക്കിതമാണ്. അഊദു, ഞാൻ അഭയം പ്രാപിക്കുന്നു, ബില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, മിനശ് ശൈത്വാനിർ റജീം, അല്ലാഹുവിൻ്റെ ശാപത്തിന് വിധേയനായ പിശാചിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ പ്രത്യക്ഷാർത്ഥം. മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് ശൈത്വാൻ അഥവാ പിശാച്. ആദ്യത്തെ പ്രവാചകരും നമ്മുടെ പിതാവുമായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും വലിയ പണ്ഡിതനാക്കുകയും ചെയ്ത ശേഷം ആദം നബി അലൈഹിസ്സലാമിനോടുള്ള ആദരസൂചകമായി സുജൂദ് ചെയ്യാൻ മലായിക്കത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അപ്പോൾ പൈശാചിക ശക്തികളുടെ നേതാവായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അങ്ങനെ സാഷ്ടാംഗം നമിക്കാൻ വിസമ്മതിക്കുകയും ആദം നബി അലൈഹിസ്സലാമിനേക്കാൾ ഉത്തമൻ ഞാനാണെന്ന് ന്യായം പറഞ്ഞ് മാറി നിൽക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഇബ്ലീസിനെ ആട്ടിയോടിക്കുകയും അവനെ ശപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആട്ടിയോടിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ റജീം, ശപിക്കപ്പെട്ടവൻ എന്ന അർത്ഥം വരുന്ന ഒരു വാചകം കൊണ്ട് അവൻ വിശേഷിപ്പിക്കപ്പെട്ടത്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസിനെ ആട്ടിപ്പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ അവൻ ചെയ്ത ഒരു ശപഥമാണ് മനുഷ്യരെ വഴിപിഴപ്പിക്കുമെന്നും അവർ ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും കലക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്നും ഇബ്ലീസ് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അത് പ്രതിപാദിക്കുന്നത് കാണാം. قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. സൂറത്തുൽ അഅറാഫിലെ 16-17 സൂക്തങ്ങളാണ് പ്രസ്തുത വിഷയം പരാമർശിക്കുന്നത്. ഇബ്ലീസ് പറയുകയാണ്, നീ എന്നെ വഴിപിഴപ്പിച്ച കാരണത്താൽ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ അഥവാ നിന്റെ നേരായ പാതയിൽ നിന്റെ നല്ല മനുഷ്യർക്കായി ഞാൻ കാത്തിരിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും ഞാൻ അവരെ സമീപിക്കുക തന്നെ ചെയ്യും. അവരിൽ അധിക പേരും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതുമല്ല. അഥവാ മനുഷ്യൻ വ്യാപരിക്കുന്ന നന്മയുടെ പാതകളിലെല്ലാം പകയോടെ ഞാൻ പതിയിരിക്കുമെന്നാണ് പിശാച് ഇവിടെ ആണയിട്ട് പറയുന്നത്. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം എന്നാണ് ഖുർആന്റെ പ്രയോഗം. തീർച്ചയായും ഞാൻ അവിടെ കാത്തിരിക്കുക തന്നെ ചെയ്യും, അവർക്ക് വേണ്ടി ഞാൻ അവിടെ ഇരിക്കുക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ അവൻ തിന്മയെ നന്മകളാക്കി കാണിച്ച് വർണ്ണശബളമയോടെ കാണിച്ച് നന്മയുടെ മാർഗത്തിൽ വിരക്തിയുണ്ടാക്കി വിശ്വാസത്തിലും പ്രവൃത്തിയിലുമെല്ലാം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ഭൗതിക സുഖസൗകര്യങ്ങളിൽ അഭിരമിക്കാനുള്ള പ്രേരണയും പ്രോത്സാഹനവും നൽകി ഷെയ്ഖിൻ്റെയും പരിഷ്കർത്താവിൻ്റെയും നവോത്ഥാന നായകൻ്റെയും വേഷത്തിലൊക്കെ വന്ന് ആയത്തും ഹദീസൊക്കെ തന്നെ ഓതി ദുർവ്യാഖ്യാനം ചെയ്ത് വഞ്ചിച്ച് അനാചാരങ്ങൾ സുഹൃതങ്ങളാക്കി അവതരിപ്പിച്ച് അങ്ങനെ എല്ലാ വഴിയിലും പിശാച് മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കും. അതിനാൽ പിശാചിൽ നിന്ന് കാവൽ തേടി വേണം
എല്ലാ നന്മകളും പ്രവർത്തിക്കാനെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ പ്രഥമമായ താൽപര്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.